നമസ്കാരം. ഒരു കാലത്ത് മലയാളികളുടെ മനം കവർന്ന താരമാണ് ബാല. അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. പിതൃദിനാഘോഷത്തിന്റെ ഭാഗമായി നിരവധി പേരാണ് തങ്ങളുടെ അച്ഛനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചെത്തിയത്. ചിലർ മകൾക്കൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു. ബാലയും ഇത്തരത്തിൽ തന്നെ മകൾക്കൊപ്പമുള്ള വീഡിയോ പങ്കുവച്ചിരുന്നു. കുട്ടിക്കാലത്തെ ചില വീഡിയോകളും ഫോട്ടോയും എല്ലാമായിരുന്നു പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. വീഡിയോയിൽ പാപ്പു ബാലയ്ക്ക് ജന്മദിനാശംസകൾ നേരുന്നതാണ് കാണാനാവുക. ഡാഡി എന്ന് തന്നെ വിളിക്കുന്ന മകളെ അപ്പ എന്ന് തിരുത്തുന്നുണ്ട് ബാല വീഡിയോയിൽ. ഓർമ്മകളുടെ കണ്ണീരുമായി ആദ്യമായി ഈ വീഡിയോ ഞാൻ പങ്കുവെക്കുകയാണ്. എന്റെ പിറന്നാൾ ദിവസം തന്നെ കോടതിയിൽ വെച്ച് എനിക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുവെങ്കിലും എന്റെ മാലാഖ പാപ്പു എനിക്കൊപ്പം നിൽക്കുകയും അപ്പ എന്ന മാജിക് വാക്ക് പറയുകയും ചെയ്തു. എന്റെ കണ്ണ് നനയിപ്പിക്കുന്ന ഓർമ്മ. ഹാപ്പി ഫാദേഴ്സ് ഡേ. എല്ലാ അച്ഛന്മാർക്കും ഈ നിമിഷം സമർപ്പിക്കുന്നു എന്നാണ് ബാല വീഡിയോയ്ക്കൊപ്പം കുറിച്ചിരിക്കുന്നത്. പിന്നാലെ നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയിട്ടുള്ളത്. അതിൽ ഒരാൾ കുറിച്ച കമന്റും അതിന് താരം നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. മകൾ വേണമെങ്കിൽ ആദ്യം മകളുടെ അമ്മയെ ബഹുമാനിക്കണം, അല്ലാതെ ഇവിടെ കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ലെന്നായിരുന്നു കമന്റ്. അതിന് ബാലൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: എന്നെ വിമർശിച്ച് നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടേണ്ട. എന്നെ വിലയിരുത്തുന്നതിന് പകരം നിങ്ങൾ സ്വന്തം അച്ഛനെ സ്നേഹിക്കൂ. അച്ഛനോട് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറയൂ, അദ്ദേഹം സന്തോഷിക്കും എന്നാണ് ബാല മറുപടി നൽകിയത്. 2010 ബാലയുടെയും അമൃതയുടെയും പ്രണയ വിവാഹം. 2019 ഇരുവരും വേർപിരിഞ്ഞു. പാപ്പു എന്ന അവന്തിക കൈക്കുഞ്ഞായിരിക്കുമ്പോഴാണ് ബാലയും അമൃതയും വേർപിരിഞ്ഞത്. മകളുടെ സംരക്ഷണം അമൃതയ്ക്കായിരുന്നു. പിന്നീട് 10 വർഷത്തോളം ബാല സിംഗിൾ ലൈഫ് നയിക്കുകയായിരുന്നു. മകൾ അടുത്തില്ലാത്തതിന്റെ പരിഭവവും വിഷമവും എപ്പോഴും ബാല പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. അമൃതയുമായുള്ള വിവാഹമോചനത്തിനു ശേഷം ഡോക്ടറായ എലിസബത്തിനെ ബാല വിവാഹം ചെയ്തിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കരൾ രോഗം മൂർച്ഛിച്ച് ബാല ആശുപത്രി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. എലിസബത്ത് ആയിരുന്നു അന്ന് ബാലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഗുരുതരാവസ്ഥയിലായിരുന്നപ്പോൾ മകളെ കാണണമെന്ന ബാലയുടെ ആവശ്യപ്രകാരം അമൃത മകളുമായി ആശുപത്രിയിലെത്തിയിരുന്നു. കുറച്ചുനേരം അച്ഛനൊപ്പം ചെലവഴിച്ച ശേഷം പാപ്പു മടങ്ങി. മകളെ സഹോദരിക്കും അമ്മയ്ക്കും ഒപ്പം പറഞ്ഞുവിട്ടതിനു ശേഷവും അമൃത ആശുപത്രിയിൽ തന്നെ തുടർന്നിരുന്നു. അമൃതയുടെ ലിവിംഗ് പങ്കാളിയായിരുന്ന സംഗീത സംവിധായകൻ ഗോപി സുന്ദറും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷവും അമൃതയ്ക്കും കുടുംബത്തിനുമെതിരെ ബാല ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അമൃത കാരണമാണ് മകളെ തനിക്ക് കാണാൻ പോലും കിട്ടാത്തത് എന്ന തരത്തിലാണ് ബാല സംസാരിച്ചത്. മാത്രമല്ല, അമൃതയെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നുൾപ്പെടെ നിരവധി ആരോപണങ്ങൾ നടൻ നടത്തിയിരുന്നു. ബാലയുടെ ഈ പരാമർശങ്ങൾ വിവാദമായതോടെ അമൃത തന്റെ വക്കീലന്മാരുമായി സോഷ്യൽ മീഡിയ വീഡിയോ പങ്കുവച്ചിരുന്നു. സകല തെളിവുകളും നിരത്തിയായിരുന്നു അമൃത കാര്യങ്ങൾ വിശദീകരിച്ചത്. അതേസമയം അമൃതയും ഗോപി സുന്ദറും വേർപിരിഞ്ഞിരിക്കുകയാണ്. ബാലയും എലിസബത്തും വേർപിരിഞ്ഞതായും വാർത്തകളുണ്ട്. ഇരുവരും ഒന്നിച്ചല്ല താമസം. ജോലി തിരക്കുമായി കേരളത്തിന് പുറത്താണ് എലിസബത്ത് എങ്കിലും നാട്ടിലെത്തിയാലും ബാലയെ കാണാൻ എത്താറില്ല. പരസ്പരമുള്ള ചിത്രങ്ങളും ഇരുവരും പങ്കുവയ്ക്കാറില്ല. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.